എല്ലാവർക്കും നമസ്കാരം. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ഈ മാസം ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ വെച്ച് നടക്കുകയാണ്. 44 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹാകുംഭമേളയാണിത്. പാവങ്ങളെ കഴുകിക്കളയുമെന്ന് വിശ്വസിക്കപ്പെടുന്ന നദികളിൽ കുളിക്കുന്ന പുണ്യ ചടങ്ങിന് പേര് കേട്ടതാണ് ഈ ഉത്സവം. കുംഭമേള സമയത്ത് ഹിമാലയ സാനുക്കളിൽ താമസിക്കുന്ന താപസ ശ്രേഷ്ഠന്മാർ ഈ ഗംഗാ സ്നാനത്തിനായി എത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇവരിൽ മിക്കവരും ദിഗംബരന്മാരാണ്. പൊതുവെ ജനങ്ങളുമായി അകലം പാലിക്കുന്ന നാഗസന്യാസിമാരും അഘോരികളും അടക്കം ഒരു ഗുരു പരമ്പര തന്നെ ഗംഗാ സ്നാനത്തിനായി എത്തുന്നുണ്ട്. ഇതിൽ നാഗസന്യാസിമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരിക്കലും നാഗസന്യാസിമാരും അഘോരികളും ഒരേ ഗണത്തിൽ പെടുന്നതല്ല. സ്വന്തം ബന്ധമായതെല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചവരാണ് നാഗസന്യാസിമാർ. നാഗസന്യാസിയാകാൻ അതികഠിനമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. മരണഭയമില്ലാതെ എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം മരണാനന്തര ക്രിയകൾ ചെയ്തതിനു ശേഷമാണ് ഒരു നാഗസന്യാസിയായി മാറുന്നത്. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം ഇവയൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ അവർ ഒരു പുതിയ അവതാരമായി മാറുന്നു. ലോകക്ഷേമത്തിനും മോക്ഷപ്രാപ്തിക്കുമായി ഹിമാലയ സാനുക്കളിലെ കൊടും തണുപ്പിലാണ് ഇവർ തപസ് ചെയ്യുന്നത്. ഈശ്വര നിയോഗമെന്ന വിശ്വാസവുമായി തപസ്സും കഠിന ജീവിത ശൈലിയും ശീലമാക്കിയ ഇവർ ആത്മസമർപ്പണത്തിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്നവരാണ്. അതികഠിനമായ സാധനാമുറകളും ഹിമാലയ കാലാവസ്ഥയും അത്യപൂർവ പച്ചില മരുന്നുകളുമാണ് ഇവരുടെ ജീവിതത്തിന്റെ അടിത്തറ. ഹിമാലയ സാനുക്കളിൽ കൊടും തണുപ്പിൽ തപസ് അനുഷ്ഠിക്കുന്ന സമയത്ത് വിവസ്ത്രരാവുമെന്നതാണ് നാഗസന്യാസിമാരുടെ പ്രത്യേകത. പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തിയ ഒറ്റമൂലികളാണ് ഇവരുടെ ആരോഗ്യം കാക്കുന്നത്. പ്രകൃതിക്ക് വിരുദ്ധമായി ജീവിക്കുന്നവരെ തിരുത്തി ധർമ്മമാർഗത്തിലേക്ക് എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഭസ്മം പൂശിയും എണ്ണിയാൽ ഒടുങ്ങാത്ത രുദ്രാക്ഷമണികളുടെ മാലയും നീണ്ട ജടയും ഇവരുടെ പ്രത്യേകതകളാണ്. കണ്ണുകൾക്ക് പ്രകൃതിയാലുള്ള 9 ഡയമെൻഷനും ഒരേ സമയം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇവരുടെ കണ്ണുകൾ എപ്പോഴും തീക്കൊണ്ട മാതിരി ജ്വലിച്ചു നിൽക്കും. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടം കൊണ്ട് ഇവരെ തിരിച്ചറിയാൻ സാധിക്കും. പക്ഷെ കാണുക എന്നതിന് ഭാഗ്യം ചെയ്യണം. സാധാരണ ജനങ്ങളുമായി ഇടപഴകുന്നതിൽ ഒട്ടും തൽപരരല്ലാത്ത ഇവർ മഹാരഹസ്യങ്ങളുടെ കലവറയാണ്. അതികഠിനമായ ധ്യാനവും യോഗയും ജീവിത പ്രസാദമായി കാണുന്ന ഇവർ കുംഭമേളയ്ക്ക് വരുമ്പോൾ തന്നെ പ്രത്യേക പരിഗണന നൽകി എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടെ ഒതുങ്ങിമാറും. ഇവർ സാധാരണയായി കുംഭമേളകളിൽ മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ. കുംഭമേള 4 ഇടങ്ങളിൽ എവിടെയാണെങ്കിലും സമയാസമയം നമ്മെ വിസ്മയിപ്പിച്ചു കൊണ്ട് വന്നെത്തുന്നു. എവിടെ നിന്ന് വരുന്നെന്നോ എവിടെ അപ്രത്യക്ഷരാകുന്നുവെന്നോ ഒരു പിടിയും കിട്ടില്ല. കുംഭമേളയുടെ മഹനീയത ഇവർക്കറിയാം. സന്യാസിമാർ നദീതീരങ്ങളിലേക്ക് ആചാരപരമായ ഘോഷയാത്ര നടത്തി സ്നാനം നിർവഹിക്കുന്ന ഷാഹി സ്നാനാണ് മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. പ്രത്യേക ജ്യോതിശാസ്ത്ര വിന്യാസങ്ങളിൽ നിർണയിക്കപ്പെടുന്ന മഹാകുംഭമേളയുടെ സമയമാണ് ഏറ്റവും പ്രധാനം. ആത്മീയ ഊർജവും ശുദ്ധീകരണവും വർദ്ധിപ്പിക്കുന്നതിനായി കുംഭമേള സമയത്ത് സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നിവ ഒരുമിച്ച് ചേരുന്നുവെന്നും മോക്ഷം നേടാൻ ഈ പ്രത്യേക ജ്യോതിഷ ക്രമീകരണം ഏറ്റവും അനുയോജ്യമാണെന്നുമാണ് വിശ്വാസം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദുമത വിശ്വാസികളുടെ ഒരു ഒത്തുചേരൽ കൂടിയാണ് ഈ മഹാകുംഭമേള.